ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഏതായാലും പിന്നെ കൗൺസിലിംഗ് സൈക്കോളജിയുടെ ക്ലാസ്സുകൾ ഏകദേശം കുറേ ആയല്ലോ. കൗൺസിലിങ്ങിൻ്റെതും ഏകദേശം ആയിട്ടുണ്ട്, കഴിയാനായിട്ടുണ്ട്. ഓക്കെ. ഏതായാലും ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് ടോപ്പിക്ക് കൂടി കവർ ചെയ്യാനുണ്ട്. ഇന്ന് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സബ്സ്റ്റൻസ് അബ്യൂസ് കൗൺസിലിംഗ് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് കൗൺസിലിംഗ്. ഇതിൽ നമുക്ക് എത്രത്തോളം സമയമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, റെഡി? ഓക്കെ ഓക്കെ. എല്ലാവർക്കും എന്താണ്, മഴയൊക്കെ ഉണ്ടോ നാട്ടിൽ? ഭയങ്കര മഴയാണോ, മഴ ഇല്ലേ, എന്തൊക്കെയാണ്? ചിലരൊന്നും മിണ്ടുന്നില്ലല്ലോ. മഴ ഉണ്ടായിരുന്നു അല്ലേ? മലപ്പുറം ഭാഗങ്ങളിൽ മഴ ഉണ്ടോ? ആലപ്പുഴ മഴ ഉണ്ടോ? ആ, ഇന്നലെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ. ഇനി വയനാടാണ്, പ്രത്യേകിച്ച് മഴയൊന്നുമില്ല. ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പെയ്തില്ല. ഓക്കെ ഓക്കെ. ഇപ്പം നിങ്ങൾ ഏകദേശം ഒരു 80% എല്ലാ ടോപ്പിക്കും നിങ്ങൾ കവർ ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് പിന്നെ കിട്ടിയ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒരു ബെനിഫിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണലി നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എൻ്റെ ക്ലാസ്സിനെ പൊക്കി പറയുകയൊന്നും വേണ്ട, അതിനല്ല ഇത് ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ടോട്ടലി നിങ്ങളുടെ ലൈഫിൽ വന്ന എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അത്തരം കാര്യങ്ങളാണ് പറയേണ്ടത്. ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. ആ, എന്നാ ഒന്ന് പറഞ്ഞോ. ഓക്കെ. ആ, കുഴപ്പമില്ല. ഫാമിലിയൊക്കെ ഉണ്ട് കൂടെ എന്ന് തോന്നുന്നു. ബാക്കിയുള്ളവരെ എന്ന് പറഞ്ഞേ, ഓരോരുത്തർ പരമാവധി പെട്ടെന്ന് പെട്ടെന്ന്. ആ, ഓക്കെ. ബെനിഫിറ്റ് ഉണ്ട്. ഏത് ഏത് മേഖലയിലാണ് ബെനിഫിറ്റ്? ആ, ഒരു മെഡിക്കൽ ഷോപ്പ്. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ ഡിപ്രഷനോ ഒക്കെ വരുന്ന സമയത്ത് ഡീൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ? ആ, ഓക്കെ. ആ, ഓക്കെ. അതായത് മക്കളുടെ ഭാഗത്ത് നിന്ന് ആ, അവരുടെ ഭാഗത്തും ഒരു ക്യാരക്ടറിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ സ്വഭാവം നന്നാകുമ്പോൾ?
ഓക്കെ ഓക്കെ, വെരി ഗുഡ്, സന്തോഷം. ഓക്കെ ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ. ആ ഉം. അതെ. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും മുകളിലായിട്ട് നമുക്ക് പേഴ്സണൽ ചേഞ്ച് വരിക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ, നമുക്ക് മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു ഡീലിംഗ് ഒക്കെ കുറച്ചും കൂടി സ്മൂത്ത് ആകുമ്പോൾ മറുഭാഗത്തുള്ള ആളുകളുടെയും ഡീലിംഗ് സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെയായല്ലോ. ഓക്കെ, ഏതായാലും സന്തോഷം, വളരെ സന്തോഷം. പിന്നെ ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, ആ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പറയാം, നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് കിടക്കാം. പറഞ്ഞോളൂ, ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇവിടെ ഇവിടെ കറണ്ട് പോയതാട്ടോ. ഓക്കെ, പറഞ്ഞോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എനിവേ എന്തായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം സബ്സ്റ്റൻസ് അബ്യൂസ് കൗൺസിലിംഗ് ആണ്. പരമാവധി നമ്മുടെ സമയത്തിനുള്ളിൽ അത് തീർത്ത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡേഴ്സ് കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സമയം എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഒന്ന് ഞാൻ പിന്നെ ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്രതീക്ഷിതമായിട്ടാണ് കറണ്ട് പോയത്, എന്താ കാരണം എന്നറിയില്ല, ഇനി പോയി എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കൗൺസിലിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സബ്സ്റ്റൻസ് അബ്യൂസ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ലഹരി ഉപയോഗവും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് പിന്നെ എന്തെങ്കിലും എന്താണ് മയക്കുമരുന്നുകളാകാം, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കള്ള് പോലെയുള്ള മറ്റു സംഭവങ്ങളാകാം, സ്മോക്കിംഗ്, എന്തും ആവാം. ഇത് ഉപയോഗിക്കുമ്പോൾ അതിനോടുള്ള അഡിക്ഷൻ കൊണ്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് നമ്മൾ എങ്ങനെ ഒരു കൗൺസിലർ എങ്ങനെ സമീപിക്കണം, എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. നേരത്തെ നിങ്ങൾ അഭിപ്രായം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ഒരു പ്രാക്ടിക്കൽ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ ഇത് കോഴ്സ് ഓൺലൈൻ ആണ് എങ്കിലും പ്രാക്ടിക്കൽ കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ. പ്രാക്ടിക്കൽ നമുക്ക് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ്സോ 2 ക്ലാസ്സോ പ്രാക്ടിക്കൽ കിട്ടിയത് കൊണ്ടും അത് പൂർണ്ണമാവുന്നില്ല. നമ്മൾ ലൈഫിൽ ഇത്തരം കേസുകൾ ഹാൻഡിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കൗൺസിലിങ്ങിന് എലിജിബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇനി അതല്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത്രയും ഒരു സമയം പിന്നെ ഒരു ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട സമയം നിങ്ങളിങ്ങനെ കുറേ ബ്രേക്ക് സമയം ഫ്രീ ആയി വരികയാണെങ്കിൽ, അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അത് ഇത്തരം പിന്നെ അഡിക്ഷൻ ഉള്ള ആളുകൾക്ക് ഒരു കൗൺസിലിംഗ് എന്നതിലുപരി ഒരു ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ഇത്തരം കേസുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്ത് വരുന്ന കേസുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയായിരിക്കും അതിൻ്റെ കാരണങ്ങൾ? ഒരാൾ ഒരു മദ്യപാനിയാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാളൊരു രാസലഹരിക്ക് അടിമയാകുന്നുണ്ട്, എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ? ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ചർച്ച ചെയ്യുക. ഓക്കെ, കേൾക്കുന്നില്ല? വോയിസ് ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെ, കേൾക്കുന്നില്ലേ? ആരും ഒന്നൊന്നും മിണ്ടാത്തത്, എല്ലാരും ഇല്ലേ? ആ, അങ്ങനെ പറഞ്ഞു. എല്ലാരും ഒന്ന് പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ, ആരെങ്കിലും, എല്ലാരും. നിങ്ങൾ ക്ലാസ്സിലുണ്ടോന്ന് അറിയണല്ലോ. ഓക്കെ, ആ ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, സാധാരണ രീതിയിൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, പല രീതിയിലാണ് കൗൺസിലിങ്ങിന് വരിക. അല്ലെങ്കിൽ ഒരു സൈക്യാട്രി, പിന്നെ ഒരു ന്യൂറോ സൈക്യാട്രിക് ഹോസ്പിറ്റലുകളിലൊക്കെ നോർമലി വരുന്ന കേസുകൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു നിങ്ങളോട്, 3 ടൈപ്പാണ്.
ഓക്കെ, ഒന്ന് പ്രോബ്ലം ഉള്ള കേസുകൾ. ഓക്കെ, മറ്റൊന്ന് മറ്റൊന്ന് സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്ത് വരുന്ന, അതായത് ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന കേസുകൾ. ഓക്കെ, വേറൊന്ന് സൈക്യാട്രി പ്ലസ് സബ്സ്റ്റൻസ് അബ്യൂസ്. ഓക്കെ, സിമ്പിളായിട്ട് പറയാം. അതിൽ ചില ആളുകൾക്ക് മാനസികമായ പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൗൺസിലിംഗ് കൊണ്ട് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഓക്കെ, അവർക്ക് കൃത്യമായി മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമാണ്. അതിന് മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ക്വാളിഫിക്കേഷനുള്ള MBBS അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് മാത്രമാണ് അത് സാധിക്കുക. ഓക്കെ, രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സൈക്യാട്രി പ്ലസ് സബ്സ്റ്റൻസ് അബ്യൂസ്. അതായത് സൈക്യാട്രിക് പ്രശ്നം ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ അല്ലെങ്കിൽ അതേ വ്യക്തിക്ക് സബ്സ്റ്റൻസ് അബ്യൂസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരം സൈക്യാട്രി പ്രോബ്ലം ഫീൽ ചെയ്യുന്ന സമയത്തായിരിക്കും. ബ്രേക്ക് ആകുന്നുണ്ടോ? ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഇല്ല അല്ലേ, കുഴപ്പമില്ല, ഒന്നുകൂടി നോക്കിയോ. ഓക്കെ, അപ്പോൾ സൈക്യാട്രി പ്രശ്നം വരുന്നതോടൊപ്പം തന്നെ ഈ ഇത്തരം ഒരു വിഷയം കൂടി എന്താണ്, ചിലപ്പോൾ മാനസിക സംഘർഷം വരുന്ന സമയത്ത് അതൊന്ന് കുറയ്ക്കാൻ, ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത്തരം കഞ്ചാവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാസലഹരികളും മദ്യപാനമൊക്കെ ശീലിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് ഇൻറ്റൻസിറ്റി എന്താണ്, ഇത് വളരെ തീവ്രമായിട്ടായിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ അത്തരം സമയങ്ങളിൽ കൂടുതൽ എന്താണ് അക്രമാസക്തമായ സ്വഭാവങ്ങളൊക്കെ കാണിക്കുക, ഇതൊക്കെ ഉണ്ടാവും. മൂന്നാമത്തെ ഒരു വിഭാഗം ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് മാത്രമായിരിക്കും പ്രശ്നം. അവർ ലഹരി അഡിക്ഷൻ കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ, ഡി അഡിക്ഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിലേക്ക് സിമ്പിളായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അവർക്ക് ലൈഫ് ലോങ് മെഡിക്കൽ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. എന്താണ്, മരുന്നുകളൊന്നും ആവശ്യം ഉണ്ടാവില്ല, മെഡിസിനൊന്നും ആവശ്യം ഉണ്ടാവില്ല. ആ സമയങ്ങളിൽ ചിലപ്പോൾ മെഡിസിൻ ആവശ്യം ഉണ്ടാവും, അത് ഡോക്ടർ എങ്ങനെയാണോ കൊടുക്കുന്നതിനനുസരിച്ച്. അതല്ലെങ്കിൽ ചിലപ്പം വെറും കൗൺസിലിംഗ് പ്രോസസ്സ് കൊണ്ട് മാത്രം മാറും. ഇനി അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മാറും. പക്ഷേ അവർക്ക് എന്താണ് ലൈഫ് ലോങ് അല്ലെങ്കിൽ കുറേ സമയങ്ങളിൽ മരുന്ന് കുടിക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് സബ്സ്റ്റൻസ് അബ്യൂസ് കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, റെഡി? ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ മദ്യപാനം ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ പലപ്പോഴും കാണാറുണ്ട്. ഓക്കെ, മുമ്പ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മദ്യപാനികളെ കാണാത്ത ഒറ്റ സ്ഥലം റോട്ടിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആളുകൾ മദ്യം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ മദ്യപാനികൾ ഇങ്ങനെ എന്താണ് പാട്ടൊക്കെ പാടുന്നത്, ഇതൊന്നും ഞാൻ കാണാത്തൊരു സ്ഥലം ലക്ഷദ്വീപാണ്. നിലവിൽ അവിടെ എന്താണ് ഡ്രൈ ലാൻഡാണ്, അട്ടപ്പാടി എന്നൊക്കെ പറയുന്ന പോലെയാണ്. അവിടെ മദ്യം കയറ്റാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ് നിയമം. അതുകൊണ്ട് തന്നെ അത് പരസ്യമായിട്ട് അങ്ങനെ കാണാറില്ല. എന്നാൽ പോലും പല ഉദ്യോഗസ്ഥന്മാരും മദ്യം ഉപയോഗിക്കാറുണ്ടെന്നും അവർ രഹസ്യമായി കൊണ്ടുപോകാറുണ്ടെന്നും അവർ ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ടെന്നും കേൾക്കാറുണ്ട്. പക്ഷെ പൊതുജനങ്ങൾ അങ്ങനെ കാണാറില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഓക്കെ, അപ്പോൾ അത് അവിടെ മാത്രമാണ് അങ്ങനെ ഒരു മദ്യപാനം കാണാതെ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് പൊതുവെ ജനങ്ങൾ മദ്യപിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ വളരെ കുലീനമായ രീതിയിൽ മദ്യപിക്കും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവർ അവരുടേതായ പേഴ്സണൽ ലൈഫിൽ, പേഴ്സണൽ സ്പേസിൽ നിന്ന് മദ്യപിക്കും. മറ്റുള്ളവർക്ക് അവരുടെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, വളരെ മാന്യമായ രീതിയിൽ മദ്യപിക്കുന്ന ആളുകൾ. ഓക്കെ, മദ്യപാനം ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇനി പുകവലിക്കുന്ന ആളാണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും വളരെ സേഫായി അല്ലെങ്കിൽ വളരെ പ്രൈവറ്റായി അത് ഉപയോഗിക്കുകയും അതിനെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ. എന്നാൽ ചില ആളുകൾ നേരെ ഓപ്പോസിറ്റാണ്, നന്നായിട്ട് മദ്യപിക്കും, അതോടൊപ്പം തന്നെ നാട്ടുകാർക്ക് കംപ്ലീറ്റ് മദ്യപാനം കൊണ്ട് തലവേദന ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ചപ്പുറത്ത് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും വൈകുന്നേരം മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടാണ്, തെറിപ്പാട്ടോ അല്ലെങ്കിൽ മോശം പാട്ടുകളൊന്നുമല്ല, നല്ല പാട്ട് തന്നെയാണ് പാടുക. അദ്ദേഹം അങ്ങനെ ടൗൺ മുതൽ അദ്ദേഹത്തിൻ്റെ വീട് വരെ ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട്. ആ 1.5 കിലോമീറ്ററും വളരെ ഉറക്കെ വലിയ ശബ്ദത്തിൽ അങ്ങനെ പാട്ടും പാടിയിട്ടാണ് പോവുക. ഭയങ്കര രസമാണ് കേൾക്കാൻ.
വളരെ ചെറിയൊരു മനുഷ്യനായിരുന്നു, തീരെ ഹൈറ്റ് ഇല്ലാത്തൊരു ചെറിയ മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടിമുഴക്കം പോലെയാണ് എല്ലാ പ്രദേശങ്ങളിലേക്കും കേൾക്കും. അപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ടാകാറുണ്ട്. ഇപ്പോൾ മണ്ഡലമാസം എങ്ങനെ ഈ ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ അടുത്തുണ്ട്. അദ്ദേഹം ഇപ്പോൾ അടുത്ത് മരണപ്പെട്ടു പോയി. ഉം, ആ ആ ആ അതെ 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 ഉം, ഉം. ആ ഇപ്പൊ അടുത്ത അദ്ദേഹം ആ ആ പ്രധാന ഒരു ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഉം. അപ്പൊ അദ്ദേഹം ഞാൻ പറഞ്ഞ ആൾ ഇപ്പൊ അടുത്ത് കുറച്ച് മുമ്പ് മരണപ്പെട്ടു പോയി. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതൊരു എല്ലാ ദിവസവും ഇത് റോട്ടീനായിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല പലർക്കും. ഇപ്പോൾ എല്ലാ പരിപാടിക്കും മദ്യപാനം ആയതുകൊണ്ട് തന്നെ മദ്യം എന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമായിട്ട് സമൂഹത്തിൽ മാറിയിട്ടുണ്ട്. കല്യാണം വന്നാൽ മദ്യപാനം, മരണം വന്നാൽ മദ്യപാനം. ഇതിന് 4 കുപ്പി പൊട്ടിച്ചില്ലെങ്കിൽ ആളുകളെ കൂടെ ഒരു പരിപാടിക്ക് കിട്ടാത്ത, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ഒന്നും ഒരു പരിപാടിക്ക് കിട്ടാത്തൊരു സാഹചര്യം പോലും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇല്ലേ? ഞാൻ പറഞ്ഞൊന്ന് ശരിയല്ലേ? ഓക്കെ. അപ്പൊ എല്ലാരും അതെ അതെ. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് പിന്നെ അഡിക്ഷനെ കുറിച്ചാണ്. ഞാൻ മദ്യപാനത്തിന് മൊത്തത്തിൽ എതിരാണ്. അങ്ങനെ ഒന്ന് പിന്നെ ഒന്ന് നന്നല്ല, എന്താണ്, നോർമൽ മദ്യപാനം നല്ലതാണെന്നോ അഡിക്ഷൻ മോശമാണെന്നോ അല്ല ഞാൻ പറഞ്ഞു വന്നത്. എല്ലാം മോശമാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? അഡിക്ഷനെ കുറിച്ചാണ്. ഓക്കെ. അഡിക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, വ്യക്തിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്, ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്, അത് നമ്മൾ എങ്ങനെയാണ് ഒരു കൗൺസിലർ എന്ന രീതിയിൽ അതിനെ ഇടപെട്ട് പരമാവധി എങ്ങനെ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. ഓക്കെ. പലപ്പോഴും ഡി അഡിക്ഷൻ സെൻ്ററുകൾ നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇഷ്ടംപോലെ കൗൺസിലേഴ്സ് ഉണ്ടാകാറുണ്ട്. ഒരു 21 ദിവസമോ അല്ലെങ്കിൽ 31 ദിവസമോ അല്ലെങ്കിൽ ചിലപ്പോൾ 3 മാസമോ ഒക്കെ അതിൻ്റെ ദൈർഘ്യമൊക്കെ ഉണ്ടാവും. കൂടുതൽ വയലൻ്റായ, കൂടുതൽ പ്രശ്നക്കാരനായ ആളുകളെ കൂടുതൽ ദിവസങ്ങൾ പിന്നെ അവിടെ കൊണ്ടുപോയിടും. അങ്ങനെ ഇപ്പോൾ ചില ആളുകൾ, ഇപ്പോൾ ഒരു 100 ആൾ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 20 ആളൊക്കെ പൂർണ്ണമായിട്ട് മാറും. എങ്കിലും ഒരു 30 ആളെങ്കിലും വീണ്ടും പഴയതിനേക്കാൾ മോശമാവും. കുറച്ച് ആളുകൾ എന്താവും, കുറേയൊക്കെ കൺട്രോൾ ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞത്, എൻ്റെ വീടിൻ്റെ അടുത്തൊരാൾ ഇതേപോലെ മദ്യപാനം വളരെ സ്ട്രോങ് ആയിരുന്നു, ഡെയിലി ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായി ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി വളരെ ഹാപ്പിയായി തിരിച്ചു വന്നു. അയാൾ ഒരു പ്രശ്നവുമില്ലാതെ വളരെ മാന്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നം പോലും ഇല്ല. അപ്പം ഇവിടെ ഒരു പിന്നെ ബിവറേജിനെതിരെ നടന്ന സമരത്തിലൊക്കെ അദ്ദേഹം, ഈ പറയുന്ന വ്യക്തി സജീവമായിട്ട് ഉണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ ടീം തന്നെ ഉണ്ടായിരുന്നു. അതായത് ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കി പിന്നീട് അതിനുശേഷം ഒരു തുള്ളി പോലും കുടിക്കാത്ത ഒരു ടീം അവരുണ്ടാക്കിയിരുന്നു. ഓക്കെ. അങ്ങനെ അവർ വളരെ സജീവമായിട്ട് സമരത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമരമൊക്കെ പരാജയപ്പെട്ടു പോയി. 8 നിലയിൽ പൊട്ടുക എന്ന് പറഞ്ഞ പോലെ പൊട്ടി. പിന്നെ ഒരു കാര്യം ഉണ്ടായില്ല. കുറേ ദിവസം വെറുതെ പോയി എന്നല്ലാതെ. പക്ഷേ അതിൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എനിക്കൊക്കെ. എങ്ങനെ ഒരു സമരം നടത്താമെന്ന് പഠിക്കാൻ പറ്റി. ഒരു സമരം നടത്തുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പ്രത്യേകിച്ച് ഇത്തരം ഒരു വിഷയത്തിൽ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായി. അതുപോട്ടെ. അപ്പോൾ മദ്യപാനം അതുപോലെ മറ്റുള്ള ലഹരി ഉപയോഗങ്ങൾ, അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അവരെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഓക്കെ. യെസ്, നോക്കിക്കോളൂ. യെസ് യെസ് യെസ്, ഒരു സെക്കൻഡ്.
കാണുന്നില്ലേ? വളരെ സിമ്പിൾ ആയിട്ട് ഒരു നോട്ട് തയ്യാറാക്കിയാണ്. നിങ്ങൾക്ക് ഓൾറെഡി തയ്യാറാക്കി വെച്ച നോട്ട് കുറച്ചുകൂടി ഒരു കുറച്ച് ടഫ് വേർഡുകളൊക്കെ ഉള്ളത് കൊണ്ട് അത് സിമ്പിളാക്കി ഉണ്ടാക്കിയതാണ്. വളരെ ലളിതമായിട്ട് പറയാം. അപ്പോൾ എന്താണ് സബ്സ്റ്റൻസ് അബ്യൂസ്? വാട്ട് ഇസ് സബ്സ്റ്റൻസ് അബ്യൂസ്? സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇത്തരം പദാർത്ഥങ്ങളെ കുറിച്ചാണ് പറയാം. എന്താണ് അത്? അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള എന്താണത്? അതോടൊപ്പം തന്നെ റീസൺ പീപ്പിൾ യൂസ് സബ്സ്റ്റൻസ്, എന്താണ് ജനങ്ങൾ ഇത്തരം സബ്സ്റ്റൻസുകൾ ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ. ഓക്കെ. മറ്റൊന്നാണ് ഇഫക്റ്റ് ഓൺ ബോഡി, മൈൻഡ് ആൻഡ് ലൈഫ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ബോഡിയിൽ, മനസ്സിൽ, അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലൈഫ് മാത്രമല്ല, സാമൂഹ്യപരമായ ജീവിതം, കുടുംബജീവിതത്തിലെല്ലാം അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്ന വിഷയം. പിന്നെ റോൾ ഓഫ് എ കൗൺസിലർ, ഒരു കൗൺസിലറുടെ റോൾ ഇതിൽ എന്തൊക്കെയാണ്? ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ. യെസ് അല്ലേ? ലാസ്റ്റ് വന്ന 1-2 ആളുകൾ, ആരോൺ ജോലി കഴിഞ്ഞപ്പോൾ ഇറങ്ങി വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. ഓക്കെ 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 ശരി, നോക്കിക്കോളൂ. സബ്സ്റ്റൻസ് അബ്യൂസ് കൗൺസിലിംഗ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന് എന്താണ് സബ്സ്റ്റൻസ് അബ്യൂസ്? ഓക്കെ, സിമ്പിളായിട്ട് ഓരോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. യൂസിങ് ആൽക്കഹോൾ ഓർ ഡ്രഗ്സ് ഇൻ ഹാംഫുൾ വേ. അതായത് നമ്മൾ പറയുന്ന കാര്യമാണ് പറയുന്നത്. കൗൺസിലിങ്ങിലേക്ക് വരുമ്പോൾ അഡിക്ഷൻ എന്ന ഭാഗം പറയുമ്പോഴാണ് ചർച്ച ചെയ്യുന്നത് വിഷയം, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പം യൂസിങ് ആൽക്കഹോളോ ഡ്രഗോ മറ്റോ കാര്യങ്ങൾ ഹാംഫുൾ ആയ രീതിയിൽ, സമൂഹത്തിന് അല്ലെങ്കിൽ ശരീരത്തിന് ഹാനികരമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും. ഓക്കെ, എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അഡിക്ഷനായി, അത് ശരീരത്തിന് ഹാംഫുള്ളാണ്. വല്ലപ്പോഴും ഒരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ചെറുതായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല പറയുന്നത്, ഞാനൊന്നും അതിനും സപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അഡിക്ഷനെ കുറിച്ചാണ്. ഓക്കെ. രണ്ടാമത്തത് എന്താണ്? യൂസിങ് ആൽക്കഹോൾ ഓർ ഡ്രഗ്സ് ഇൻ ഹാംഫുൾ വേ. അത് ഹാംഫുൾ ആയ രീതിയിൽ, ദോഷകരമായ രീതിയിൽ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അപകടകരമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തത് അഫക്ട്സ് ഹെൽത്ത്, റിലേഷൻഷിപ്പ്, വർക്ക്, സേഫ്റ്റി. അതായത് അത് ശരീരത്തിലെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു, പിന്നെ ജോലിയെ ബാധിക്കുന്നു, സേഫ്റ്റിയെ ബാധിക്കുന്നു. ഓക്കെ, ഇനി സിമ്പിളായിട്ട് പറയാം. നമ്മുടെ സിറ്റിയല്ല, സുൽത്താൻ ബത്തേരി ടൗണുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ. അദ്ദേഹം ഒരു കാലത്ത് നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 19 വയസ്സ് വരെയൊക്കെ അദ്ദേഹം നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന് ചെറിയൊരു മോനാണ് ഉണ്ടായിരുന്നത്. കുറച്ച് ലേറ്റായിട്ട് കുട്ടി ഉണ്ടായതാണ്. ഒരു മോനാണുള്ളത്. ഓക്കെ, മകൻ ഒരു 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം മദ്യപാനം നിർത്തിയിട്ടുണ്ട്. ഓക്കെ, മകൻ 10ാം ക്ലാസ്സൊക്കെ സ്കൂളിൽ 8ലും 9ലൊക്കെ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. കുറച്ച് പ്രശ്നക്കാരൻ തന്നെ ആയിരുന്നു. പിന്നെ ഗുരുതരമായ ചില പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ ആളായിരുന്നു. പക്ഷെ 19 വയസ്സോടുകൂടി നിർത്തി. മകൻ അത്യാവശ്യം ഒരു ഏജൊക്കെ ആയി വരുമ്പോൾ, ഒരു 15 വയസ്സൊക്കെ ആയപ്പോഴേക്കും അദ്ദേഹം എന്ത് ചെയ്തു? മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തി. ഓക്കെ, പക്ഷേ ഇവിടെ സംഭവിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം നിർത്തിയത്, ഇനി നിർത്തുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താന്ന് പറഞ്ഞാൽ, മകനൊക്കെ വലുതായി, അവനിത് കണ്ട് മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു പ്രായമായി വരുന്നേ ഉള്ളൂ. ഒരു 18 വയസ്സാകുമ്പോഴാണല്ലോ ഇതൊക്കെ മനസ്സിലാകുക. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ നിർത്തിക്കളയാന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ സംഭവിച്ചത്, ഈ 15-14 വയസ്സാവുന്ന സമയത്ത് തന്നെ മകന് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടു. അവന് ഫാദറിന്റെ വീരേതിഹാസ കഥകളൊക്കെ പലപ്പോഴും സ്കൂളിൽ പോകുമ്പോഴും അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടു. അങ്ങനെ പിന്നെ ഇയാൾ മദ്യപാനം നിർത്തി, വളരെ പക്ക ഡീസൻ്റായി. 50 വയസ്സോടുകൂടി പൂർണ്ണമായിട്ട് നിർത്തി. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന മകൻ അന്ന് 10-14 വയസ്സാണ്. ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ, അതായത് ഇയാൾക്കൊരു 10-60 വയസ്സായപ്പോഴേക്കും മകൻ അതിഗുരുതരമായ രീതിയിൽ അഡിക്റ്റഡായി. മദ്യപാനത്തിന് മാത്രമല്ല, മദ്യത്തിന് പുറമെ രാസലഹരിക്ക് കൂടി അഡിക്റ്റായി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം മകനെ ശകാരിക്കാൻ തുടങ്ങിയ സമയങ്ങളിലൊക്കെ
മകൻ പറഞ്ഞിരുന്ന ഒറ്റ കാര്യം, നിങ്ങൾ എന്നെക്കാൾ മോശമായിരുന്നു, അതുകൊണ്ട് എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്നായിരുന്നു. അതുകൊണ്ട് വളരെ പ്രയാസത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം കുറേ, ഇപ്പോഴും മരണപ്പെട്ടിട്ടൊന്നുമില്ല വ്യക്തി, പിന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അധികം പ്രായമല്ല, ഇപ്പോൾ 64-65 വയസ്സൊക്കെ ഉള്ളൂ. പക്ഷേ വളരെ നിരാശനാണ് പല കാര്യത്തിലും. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ പറയുന്ന കാര്യം, ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ടാണ് വളർന്നത്. ഞാൻ അങ്ങനെയാണ്, നിങ്ങൾ മദ്യപിക്കുന്നത് കണ്ടിട്ടാണ്. അപ്പം ഇയാൾ ചോദിക്കുന്നത്, നീ വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ മദ്യപാനം നിർത്തിയിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ആ ചെറിയ പ്രായത്തിൽ തന്നെ മദ്യപാനം തുടങ്ങിയിട്ടുണ്ട് എന്ന് ഈ മകൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ സത്യത്തിൽ ഞെട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ വീട്ടിൽ കൊണ്ടുവെക്കുന്ന സാധനം ഒരു പക്ഷേ ലളിതമായിട്ട് അടിച്ച് കുടിച്ചിട്ടുണ്ടാവാം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇതൊക്കെ സംഭവിക്കാം. ഓക്കെ. അപ്പോൾ പക്ഷേ ഇപ്പോൾ മകൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന് വളരെ അഡിക്റ്റാണ്. മദ്യപാനം എന്നതിൽ അപ്പുറത്തേക്ക് പോയി MDMA ഒക്കെ പോലുള്ള സാധനം ഇപ്പോൾ പല രീതിയിൽ ഉപയോഗിക്കുന്ന കഥകളും ഒക്കെ നമ്മൾ പല ആളുകളിൽ നിന്നും കേട്ടു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ നിരാശയുണ്ട്. പക്ഷെ ഒരു കാലത്ത് അദ്ദേഹം അപ്പോൾ അതിനേക്കാൾ വലിയൊരു നിരാശ, വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ഇതിൽ ഫാദർ ഇപ്പം ഒരു 50 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 55 വയസ്സിന് ശേഷം ആണ് ഈ ഒരു വിഷമം അഭിമുഖീകരിക്കുന്നത്. ഓക്കെ. പക്ഷേ അയാൾക്കിപ്പോൾ 55-ന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഒരു വിഷമങ്ങളായിട്ട് മകൻ്റെ കാര്യത്തിലൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഭയങ്കര പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അയാളുടെ ചെറുപ്പം മുതൽ, അല്ലെങ്കിൽ അയാൾക്ക് ഒരു 10-30 വയസ്സ് കല്യാണം കഴിഞ്ഞത് മുതൽ അയാളുടെ ഭാഗത്തു നിന്നുണ്ട ഈ മദ്യപിച്ചതിന് ശേഷം ഉണ്ടായ ദുരനുഭവങ്ങളും ഇപ്പം മകൻ വലുതായി അവൻ്റെ ഭാഗത്തു നിന്നുള്ള ദുരനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരാൾ വേറെ ഉണ്ട്. അതാരാണ്? ഭാര്യ, അല്ലേ? ഭാര്യ, അല്ലെങ്കിൽ അയാളുടെ അമ്മ എന്ന് പറയാം, മദർ. പ്രയാസമാണ്. അപ്പം അതാണ് ഏറ്റവും വലിയൊരു വിഷമം. നമ്മൾ ഇയാൾക്കിപ്പം ഭയങ്കര നിരാശനാണ് മകൻ്റെ കാര്യത്തിൽ. മകൻ പ്രയാസപ്പെടുത്തുന്നുണ്ട്, അയാളുടെ സൽപ്പേരിനെ മകൻ കളങ്കപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പലപ്പോഴായിട്ട്. പക്ഷേ അപ്പോഴും അയാൾ അതിനേക്കാൾ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് വീട്ടിലുള്ള മാതാവാണ്. ഓക്കെ, മദറാണ്. ഓക്കെ. അവർ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് ഫാദറിൻ്റെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഇപ്പം മകൻ്റെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുന്നു. നിരാശനാണ്, വളരെ നിരാശനാണ്. പക്ഷെ എങ്കിൽ പോലും ഇയാളിങ്ങനെ പറഞ്ഞു നടക്കും, ഭയങ്കര പ്രയാസമാണ്, അതാണെന്ന്. പക്ഷെ വൈഫ് പലപ്പോഴും, ഭാര്യ, ഇതൊക്കെ മനസ്സിലൊതുക്കിയിട്ട് ഞാൻ ഇതിനൊക്കെ വിധിക്കപ്പെട്ടവളാണ് എന്ന് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും പാവം എന്ത് ചെയ്യുന്നു, ഇപ്പം അങ്ങനെ കാണുന്നു. ഓക്കെ. എന്തായാലും ഇത്തരം കേസുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെയധികമുണ്ട്. അത് പലരും പലതും പുറത്ത് പറയാത്തത് കൊണ്ടാണ്. ഞാനൊരു ഫാമിലി കൗൺസിലിംഗായിട്ട് ബന്ധപ്പെട്ട സമയത്ത്, കുറേ മുമ്പാണ്, ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം മദ്യപാനത്തിൻ്റെ പ്രശ്നം തന്നെയായിരുന്നു. അദ്ദേഹം വളരെ അഡിക്റ്റഡ് ആണ് ഇക്കാര്യത്തിൽ. ഇപ്പോൾ മക്കളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ എതിര് പറയാൻ തുടങ്ങി. മക്കൾ മദ്യപാനമൊന്നുമില്ല, ഭാര്യ വളരെ ഡീസൻ്റാണ്, മക്കൾ വളരെ ഡീസൻ്റാണ്. പക്ഷേ മക്കൾ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്, പഠിപ്പിച്ചതൊക്കെ അയാളല്ല, അയാളുടെ ഭാര്യ തന്നെയായിരുന്നു. അതുകൊണ്ട് മക്കളും ഭാര്യയും മാത്രമാണ്, അമ്മയും മാത്രമാണ് കമ്മിറ്റ്മെൻറ്റ്. ഭർത്താവ് പൂർണ്ണമായിട്ടും തഴയപ്പെട്ടവനാണ് ഇപ്പോൾ കുടുംബത്തിൽ, അതോടൊപ്പം തന്നെ ഇവരുടെ ഇടയിൽ. ഓക്കെ. എങ്കിൽ പോലും ഇത്രയും കാലം അവർ പരമാവധി മറ്റുള്ളവരെ അറിയിക്കാതെ, അത് കുടുംബത്തിൻ്റെ വില കളയണ്ടെന്നൊക്കെ കരുതിയിട്ട് എന്ത് ചെയ്തു, കൊണ്ട് നടന്നു. പക്ഷേ ഈ ലാസ്റ്റ് സമയത്തൊക്കെ, ഇപ്പം അടുത്ത് കുറച്ച് മുമ്പൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി, ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ ആയി. അത് മകൻ ഫാദറിനെ എടുത്തിട്ട് 2 പൊട്ടിച്ചു. ആ പൊട്ടിക്കലോട് കൂടിയിട്ട് അയാൾക്ക് പല ബോധവും വന്നു. ഉണ്ടല്ലോ, ചില ആളുകൾക്ക് ചില ബോധം വരുന്നത് 2 കൊള്ളുമ്പോഴായിരിക്കും. ഓക്കെ. കാര്യമായിട്ട് 2 കൊണ്ടപ്പോൾ ഇയാൾക്കൊരു ബോധം വന്നു. അപ്പോൾ അയാൾക്ക് തന്നെ തോന്നി, ഇങ്ങനെ വിട്ടാൽ പറ്റൂല, എന്ത് ചെയ്യണം, മക്കൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം. ഓക്കെ, മനസ്സിലായില്ലേ? അദ്ദേഹം ചിന്തിച്ചാണ് മക്കൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം. അയാൾക്ക് കൗൺസിലിംഗ് എന്നല്ല ചിന്തിച്ചത്, ഫാദറിനെ ഇങ്ങനെ രക്ഷിതാക്കൾ എങ്ങനെ ചീത്ത പറയുന്ന അല്ലെങ്കിൽ കയർത്ത് സംസാരിക്കുന്ന മക്കളുടെ സ്വഭാവം നന്നാവണം എന്നാണ് അദ്ദേഹം ആ സമയത്ത് ആഗ്രഹിച്ചത്. അങ്ങനെയൊക്കെയാണ് പലപ്പോഴും കൗൺസിലിങ്ങിൻ്റെ ചർച്ചകൾ കുടുംബത്തിൽ വരുന്നത്. അപ്പോൾ മനസ്സിലായത് കൗൺസിലിംഗ് വേണ്ടത് മക്കൾക്കല്ല, പ്രധാനമായിട്ടും ആർക്കാണ്, ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് സമയമായപ്പോഴേക്കും വളരെ ഗൗരവമായി, ഗുരുതരമായി, അയാൾക്ക് ദിവസം അത്യാവശ്യം കഴിച്ചില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റൂല, കൈകാലുകൾ വിറയ്ക്കും. അപ്പം ഗൗരവമായിട്ടത്, ഇപ്പോൾ ഫാമിലി എന്താ അദ്ദേഹത്തിന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ബാക്കിയുള്ളവരൊക്കെ സെറ്റാണ്, ഇയാളെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു, വീടിനോടടുത്ത് പഴയ തറവാടുണ്ട്, അല്ലെങ്കിൽ പഴയ വീടുണ്ട്, തറവാടാണോ പഴയ വീടായിരിക്കും, അയാൾ അവിടുന്ന് അയാളുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ, ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു,
ഇവിടെ ജീവിക്കുന്നു. ഓക്കെ, 4-5 പിന്നെ മക്കളൊക്കെ ഉണ്ട്, എല്ലാവരും വലുതായി. ഓക്കെ, അപ്പോൾ അവരിപ്പോൾ ഒരു സെറ്റായിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ അയാൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടപ്പോൾ അയാൾക്ക് കുടുംബത്തിലോ സമൂഹത്തിലോ ഒരു വിലയും ഇവർ കൊടുക്കുന്നില്ല. അതിൻ്റെ നിരാശ അതിശക്തമായപ്പോൾ ഇയാൾ പലപ്പോഴും സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ കാണിച്ചു. അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഇയാൾ കൗൺസിലിങ്ങിനൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി എന്തായാലും അതിൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശരീരത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ്, അദ്ദേഹത്തിൻ്റെ ജോലി ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ജോലി നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നെ സേഫ്റ്റി, ഇതെല്ലാത്തിനെയും ബാധിക്കും. ഓക്കെ, പിന്നെന്താണ് അഡിക്ഷൻ? ഇതെന്താ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണേബിൾ ടു സ്റ്റോപ്പ് ഈവൻ ഇഫ് ദേ വാണ്ട്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും നിർത്താൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, അഡിക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ MDMA ഒക്കെ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രയത്നമാണ്, വലിയ കഷ്ടപ്പാടാണ് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അത് അത്രത്തോളം വിൽ പവർ മനസ്സിനുണ്ടാവുന്ന ഒരാൾക്ക് മാത്രമാണ് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനിയിപ്പോൾ നല്ലൊരു അഡിക്ഷൻ സെൻ്ററിലൊക്കെ പോയി നന്നായിട്ട് അഡിക്ഷൻ കിട്ടി, എന്താണ് പിന്നെ ഡി അഡിക്ഷൻ കിട്ടി, നല്ല മനുഷ്യനായി, വളരെ ഹാപ്പിയായി, ഇനി ഉപയോഗിക്കൂല 100% അല്ലെങ്കിൽ 101 തവണ ഏത്തമിട്ട് പറഞ്ഞു, എഴുതി വെച്ചു, ഉറപ്പ് കൊടുത്തു, വളരെ ഹാപ്പിയായി ഫാമിലിയിലേക്ക് തിരിച്ചു വന്ന് ഒരു 10 ദിവസത്തിനുള്ളിൽ വീണ്ടും പഴയതിനേക്കാൾ ഗുരുതരമായ രീതിയിൽ എന്ത് ചെയ്തു, ഉപയോഗിക്കാൻ തുടങ്ങി. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? ഒന്നാമത്തത് ആ ആ, അതാണ്. ഒന്ന്, അയാൾ പോകുന്നത് പഴയ സമൂഹത്തിലേക്ക് തന്നെയാണ്. അവിടെ അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ മദ്യപിച്ചിരുന്ന പഴയ സുഹൃത്തുക്കൾ വീണ്ടും അയാളെ കാണുന്നു. അങ്ങനെ ഇയാൾ 2 ദിവസം മദ്യപിക്കാതിരിക്കുന്നു. ഇവരോട് പറയുന്നു ഞാൻ നിർത്തിയതാന്ന് പറയുന്നു. സ്വാഭാവികമായും അയാളെ നമ്മൾ കളിയാക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ കാര്യമായ രീതിയിൽ ഒറ്റപ്പെടുത്തുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യുന്നു, ചെറിയ രീതിയിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ വീണ്ടും അത് അഡിക്ഷൻ പിന്നെ വലിയ രീതിയിലേക്ക് വരുന്നു. ഓക്കെ, ഇത് പൊതുവേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് കൗൺസിലിംഗ് ഒക്കെ, ഫാമിലി കൗൺസിലിംഗ് ഒക്കെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ഒരാൾക്ക് മാത്രം കൗൺസിലിംഗ് കൊടുത്താൽ പോരാ, എല്ലാവർക്കും കൊടുക്കണം. ഒരു ഫാമിലിയുമായി ബന്ധപ്പെട്ട അവരുടെ കോർ ടീമിനെ എല്ലാവർക്കും കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ഇയാൾ നല്ല ഫാമിലി, നമ്മൾ ഒരാൾക്ക് മാത്രം കൊടുത്തു, അയാൾ നല്ല ഉഷാറായി, നല്ല മനുഷ്യനായി, ഫാമിലിയിലേക്ക് പോകുമ്പം പഴയ സ്വഭാവം മറ്റുള്ളവർ കാണിക്കുമ്പം അതിനേക്കാൾ വലിയ രീതിയിൽ എന്ത് ചെയ്യും, ട്രിഗർ ചെയ്യും. അങ്ങനെ പഴയ സ്വഭാവം ഇയാൾക്ക് തിരിച്ചു വരും. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. ഇയാളുമായിട്ട് ഇടപഴകുന്ന സമൂഹത്തിൽ നിന്ന് അയാളെ കുറച്ചും കൂടി ഒരു ഹാപ്പി, സന്തോഷം കണ്ടെത്തുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉപയോഗിക്കാത്ത ആളുകളും ആ നാട്ടിലുണ്ടാവും. അങ്ങനെയുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും അവരിലൂടെ നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനൊക്കെ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ പൂർണ്ണമായിട്ടും ആ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും. അല്ലാതെ ഒന്നും മാറാൻ കഴിയില്ല. അതൊക്കെ ഒരു വലിയ ചടങ്ങാണ് മാറ്റിക്കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഇത് അവർക്ക് ആഗ്രഹിച്ചാൽ പോലും അണേബിൾ ടു സ്റ്റോപ്പ് ഇഫ് ദേ വാണ്ട്, അവർ ആഗ്രഹിച്ചാൽ പോലും അവർക്ക് നിർത്താൻ കഴിയാത്ത വരുന്ന ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ എന്താണ് വൈ പീപ്പിൾ യൂസ് സബ്സ്റ്റൻസ്? എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ ഒരു സബ്സ്റ്റൻസ് ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം? ഓക്കെ, എന്തൊക്കെയായിരിക്കും? പണ്ടൊരാൾ പറഞ്ഞിരുന്നു, ഞാൻ വളരെ ചെറുപ്പത്തിലാണ്, എനിക്കത് ഓർമ്മ വരാൻ കാരണം പിന്നെ എന്താണ്, അയാൾ ഇങ്ങനെ മദ്യപിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞാണ്. ഞങ്ങൾ ചോദിച്ചു അയാളോട്, അന്ന് വളരെ ചെറുതാണ് കേട്ടോ ഞാൻ, എന്തിനാണ് ഇങ്ങനെ കള്ളു കുടിക്കുന്നതെന്ന് ചോദിച്ചപ്പം അയാൾ പറഞ്ഞു, മോനെ ജീവിതത്തിൽ ഫുള്ള് ടെൻഷനാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് കള്ളു കുടിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ കള്ളു കുടിച്ചു കഴിഞ്ഞാലും ടെൻഷനല്ലേ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കള്ളു കുടിച്ചാലും ടെൻഷനാണ്, കള്ളു കുടിച്ചില്ലെങ്കിലും ടെൻഷനാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് നന്നായി ടെൻഷൻ വരുമ്പോൾ കുറച്ച് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം ബോധമില്ലാണ്ട് കിടക്കുമല്ലോ, ആ ഒരു സമയത്ത് ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് കള്ളു കുടിക്കുന്നത്. എല്ലാ ടെൻഷനും മാറാനാണ് കള്ളു കുടിക്കുന്നത്. സത്യത്തിൽ എല്ലാ ടെൻഷനും മാറാൻ വേണ്ടിയിട്ട് മദ്യപിച്ച് പിന്നെ ഭാവിയിൽ അതിനേക്കാൾ വലിയ ടെൻഷൻ ഉണ്ടാക്കി വെക്കുകയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പിന്നെ ഈ മദ്യപാനം അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ ലളിതമായ ഒരു കൗൺസിലിംഗ് ഒന്നുമല്ല.
അതിന് വളരെ റിസ്കി കൗൺസിലിംഗ് ആണ്. നല്ല സമയമെടുക്കും. എങ്ങനെയൊക്കെ നമ്മളെ കൗണ്ടർ ചെയ്യാൻ പറ്റും എന്നായിരിക്കും പ്രധാനമായിട്ടും ഇവർ ആലോചിക്കുക. എങ്ങനെയൊക്കെ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഒരു കൗൺസിലിംഗ് സെന്ററിൽ കൊണ്ടുപോയി ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയാൽ പോലും അവിടെ എങ്ങനെ സാധനം എത്തിക്കാൻ പറ്റുന്നതായിരിക്കും ഗഹനമായിട്ട് ഇവർ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഇതിൽ വല്ലാത്ത രീതിയിൽ അഡിക്ഷൻ വരുന്ന ആളുകളെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്, എല്ലാവരെ കുറിച്ചുമല്ല. ഓക്കെ, പണ്ടൊരു കഥ വായിച്ചിരുന്നു. എന്താണ്, ഒരു വലിയ ഒരു ഒരാൾ, ഒരു ആരോഗ്യ വിദഗ്ധൻ ഒരു നാട്ടിൽ വന്ന് മദ്യപാനികൾക്കൊരു ക്ലാസ് കൊടുത്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക കഥ. ഓക്കെ, മദ്യപാനികൾക്കൊരു ക്ലാസ് കൊടുത്തു. ആ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞു, 2 ഗ്ലാസ് കൊണ്ടുവന്നിട്ട് അതിൽ എന്ത് ചെയ്തു, 2 ചെറിയ പുഴുക്കളെ ഇട്ടു, ഇരകളെ, ചെറിയൊരു പുഴുക്കളെ ഇട്ടിട്ട് അതിൽ മദ്യം ഒഴിച്ചു. ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു. മദ്യം ഒഴിച്ച ഗ്ലാസ്സിൽ നിന്ന് വിരകൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ചത്തുപോയി, എല്ലാം പെട്ടെന്ന് ചത്തുപോയി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ കുടലിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് മദ്യത്തിലോട് ഓടിയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള പല സെല്ലുകളും പല കാര്യങ്ങളും നശിച്ചു പോവും, അതിനെയൊക്കെ നശിപ്പിക്കുന്നു പറഞ്ഞപ്പം ഒരു വിദഗ്ധൻ എഴുന്നേറ്റ് പറഞ്ഞതാണ്, അപ്പോൾ ഏറ്റവും നല്ല ഇതാണല്ലോ, ഇതുണ്ടായി കഴിഞ്ഞാൽ എന്താ ഗുണം, ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യമായ വിരകളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തോളും, ഇതിൽ നിന്ന് നശിച്ചു പോയിക്കൊള്ളില്ല. അപ്പോൾ ഇതല്ലേ ഏറ്റവും നല്ല മരുന്നല്ലേ എന്ന് ചോദിച്ച പോലെ ആണ് പലരും എന്ത് ചെയ്യുക, ഡി അഡിക്ഷൻ സെന്ററിൽ വരുന്നവർ പോലും അതെങ്ങനെ അവിടേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ള രീതിയിലൊക്കെയുള്ള ശ്രമങ്ങളൊക്കെയാണ് പലപ്പോഴും ആദ്യ സമയങ്ങളിൽ നടത്തുക. പിന്നെ നല്ല എക്സ്പേർട്ടായ ആളുകളാണ് സെന്റർ നടത്തുന്നതെങ്കിൽ, നല്ല കൗൺസിലേഴ്സാണ് ചെയ്യുന്നതെങ്കിൽ, നല്ല ക്ഷമയുള്ള ആളുകളാണ് അത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നല്ല മാറ്റം വ്യക്തികളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് വൈ പീപ്പിൾ യൂസ് സബ്സ്റ്റൻസ്, എന്താണ് ജനങ്ങൾ ഇത് ഉപയോഗിക്കാൻ കാരണം? ഒന്ന്, ടു ഫീൽ ഗുഡ് ഓർ ഫോർഗെറ്റ് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ മറക്കാനും നല്ല ഒരു സന്തോഷം കണ്ടെത്താനും വേണ്ടിയിട്ടാണ് ആൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒന്ന്. രണ്ടാമത്തേത് ടു സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ. ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും, ചിലപ്പോൾ ഭയങ്കര ആങ്സൈറ്റി, ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആങ്സൈറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രഷൻ ഉണ്ടാവാം. ആ സമയത്തും ജനങ്ങൾ ഉപയോഗിക്കുന്നു. മൂന്നാമത്തത് പിയർ പ്രഷർ, സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന്, കൂട്ടുകാരുടെ ഇടയിൽ നിന്നുണ്ടാകുന്ന പ്രഷറുകൾ, അല്ലെങ്കിൽ സ്വന്തം അടുത്ത ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രഷർ, ഭയങ്കര പ്രഷർ ഉപയോഗിക്കാനുള്ള കാരണമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യൂരിയോസിറ്റി, ഭയങ്കര ആശങ്കകൾ, അല്ലെങ്കിൽ എന്താണ്, ഉത്കണ്ഠകൾ, അല്ലെങ്കിൽ എന്താ പറയുക, ക്യൂരിയോസിറ്റിക്ക് എന്താ നമ്മൾ മലയാളത്തിൽ പറയാം, എന്താണ് ആകാംക്ഷ എന്ന് പറയാം. ഇത്തരം സാഹചര്യം, ജിജ്ഞാസ. ഓക്കെ, അല്ലെങ്കിൽ ഫാമിലി ഓർ ലൈഫ് പ്രോബ്ലംസ്, കുടുംബ പ്രശ്നങ്ങൾ, എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ വരുമ്പോഴാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, ജനങ്ങൾ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് എഫക്റ്റ് ഓഫ് അഡിക്ഷൻ, ഇത് അഡിക്ഷൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിർബന്ധമായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത് ഹെൽത്ത് പ്രോബ്ലം. ഓക്കെ, പ്രത്യേകിച്ച് മദ്യപാനം ലിവറിനൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ മദ്യപാനത്തിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസ് ആണെങ്കിൽ, നമ്മുടെ MDMA പോലെ രാസലഹരി ആണെങ്കിൽ, ഇതെന്താ രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? ഏത് ഭാഗത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? പറയൂ. മദ്യപാനം ബാധിക്കുന്നത് എവിടെ? MDMA പോലെയുള്ള രാസലഹരികൾ ബാധിക്കുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗങ്ങൾ എവിടെയാണ്? മദ്യപാനം ലിവറിനാണെങ്കിൽ മറ്റുള്ളത് ബ്രെയിനിന്, അല്ലേ? ന്യൂറോൺ. അപ്പം ഏതാണ് ഗുരുതരം? ഗുരുതരം എന്ന് പറയുന്നത് MDMA പോലെയുള്ള രാസലഹരികൾ തന്നെയാണ് ഗുരുതരം. ഓക്കെ, അപ്പോൾ ഒന്ന് ഹെൽത്ത് ഡാമേജ്. അപ്പോൾ പലരും, ചില ആളുകളൊക്കെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളുകൾ ഒരു പ്രയാസവും ഇല്ലാണ്ട് ദീർഘകാലം ജീവിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടാകുന്നതുമുണ്ട്, ചെറിയ പ്രായത്തിൽ തന്നെ. ഓക്കെ, അപ്പോൾ പറയും, അതാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയും. ചില ആളുകളിൽ ഇത് വ്യത്യാസമാവാം, ചില ആളുകളിൽ കേട്ടോ, ചില ആളുകളിൽ. അപ്പോൾ അതെല്ലാ കാര്യത്തിനും അങ്ങനെ ഉണ്ടല്ലോ, ഒരു എക്സെപ്ഷൻ കേസുകൾ ഉണ്ടാവും. പൊതുവേ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൗൺസിലിങ്ങിലാണ്, ഏത് വിഷയത്തിലാണെങ്കിലും ജനറലി എന്നാണ് പറയുക. ജനറലി ഇതിങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനി എന്ന് കരുതി ഒരാൾ തീരെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് കരുതിയിട്ട് അയാൾ എക്സെപ്ഷൻ കേസാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഇമോഷണൽ ഇഷ്യൂസ്, ഒരു വൈകാരികമായ പ്രശ്നങ്ങൾ, ദേഷ്യം, ആങ്കർ, അല്ലെങ്കിൽ വെറി, സാഡ്നെസ്. മദ്യപാനം ശീലമായി കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിരിക്കും, നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യമായിരിക്കും.
പിന്നെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചെയ്യണം തോന്നും, ആക്രമിക്കണം തോന്നും. അതാണല്ലോ വെള്ളമടിച്ച് വന്നു കഴിഞ്ഞാൽ വീട്ടിലെത്തുന്നതോട് കൂടിയിട്ട് സ്വഭാവം മാറി പിന്നെ വീട്ടുകാരി ഇയാളുടെ ചെണ്ടയായി മാറുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. ഇല്ലേ, ശരിയല്ലേ? ആ സമയത്ത് ആ സമയത്ത് തിരിച്ചിങ്ങോട്ട് അടി കൊള്ളൂല എന്ന് ഉറപ്പുള്ളവരോട് വളരെ മോശമായിട്ട് അല്ലെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുക. ഒറ്റ കാര്യമുള്ളൂ കണ്ടീഷൻ: ഇങ്ങോട്ട് കൊള്ളൂല, അടി കിട്ടൂല എന്ന് ഉറപ്പുള്ളവരോട് മാത്രമാണ് എന്ത് ചെയ്യുക, പിന്നെ ദേഷ്യപ്പെടുകയും വളരെ മോശം സ്വഭാവം കാണിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ തിരിച്ചൊന്ന് കിട്ടും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വന്തം പിന്നെ ഭാര്യയുടെ ആങ്ങള വീട്ടിലുണ്ട്, അത്യാവശ്യം തണ്ടും തടിയൊക്കെ ഉള്ള ആങ്ങളെയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ സൈലന്റ് ആയിരിക്കും. ഇല്ലാത്ത സമയത്തായിരിക്കും എന്ത് ചെയ്യുക, കൂടുതൽ വയലന്റ് ആകുക. ഓക്കെ, അപ്പോൾ ഈ സമയങ്ങളിൽ പൊതുവെ ദേഷ്യം വരാനും ഒക്കെ ഒരു കൂടുതലുള്ള സാഹചര്യമാണ്. പിന്നെന്താണ് എഫക്റ്റ്, എന്താണ് എഫക്റ്റ് ചെയ്യുക? ഫാമിലി കോൺഫ്ലിക്റ്റ്, കുടുംബ ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഈ മദ്യപാനം കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, മദ്യപാനം മാത്രമല്ല, ഇത്തരം ഏത് രാസലഹരി ആണെങ്കിലും കേട്ടോ, എന്താണെങ്കിലും, ഇപ്പോൾ പുകവലി തന്നെ ആണെങ്കിൽ പോലും. ഓക്കെ, അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ, സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഫാമിലി ലൈഫ്, എത്രയോ ഫാമിലി ലൈഫുകൾ തകർന്ന് തരിപ്പണമായി, മക്കൾ നാല് വഴിക്കായി, കുടുംബ ശിഥിലമായത് മദ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നത്, ഇത്തരം ലഹരി ഉപയോഗം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് മാറണമെങ്കിൽ ഓൾ സപ്പോർട്ട് കിട്ടണം, എല്ലാവരുടെ ഭാഗത്തു നിന്നും അതിനുള്ള അനുസരിച്ചുള്ള സപ്പോർട്ട് കിട്ടണം. ഓക്കെ, അതിനുള്ള സാഹചര്യങ്ങൾ ആക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ദെൻ നാലാമത്തതാണ് മൂന്നാമത്തെ ഫാമിലി കോൺഫ്ലിക്റ്റ് പറഞ്ഞു, അല്ലെങ്കിൽ പുവർ സ്റ്റഡി ഓർ വർക്ക്, അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ, ഒരു പഠനം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസ്, ഇനി എന്തെങ്കിലും ലീഗൽ പരമായ പ്രശ്നങ്ങൾ, എന്താണ് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നിയമപരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു പിന്നെ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന നിയമപരമായ പ്രശ്നങ്ങൾ. ഇതൊക്കെ ഈ ഒരു മദ്യപാനം അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ഉപയോഗം കൊണ്ട് നമുക്ക് ഉണ്ടായി വരുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, അതിൻ്റെ ഒരു ഇഫക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ഈ സബ്സ്റ്റൻസ് അബ്യൂസിൽ ഒരു കൗൺസിലറുടെ റോൾ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, റെഡി? നിങ്ങളുടെ മറുപടി ഇടക്ക് കിട്ടൽ നിർബന്ധമാണ്. ഓക്കെ, എന്താണ് നമ്മളെ സംബന്ധിച്ചോളം, ഒരു കൗൺസിലറെ സംബന്ധിച്ചോളം, നമ്മളെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നു, സാറേ അല്ലെങ്കിൽ പിന്നെ മാഡം, എനിക്ക് വല്ലാത്ത മദ്യപാനാണ്, എനിക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊരാൾ നമ്മളോട് വന്ന് പറയുന്നു എന്ന് സങ്കല്പിക്കുക. ഉടനെ നമ്മൾ അയാളെ 100% വിശ്വസിച്ച് അയാളെ നമ്മൾ നന്നാക്കി അയാളിന് നല്ല മനുഷ്യനായി മാറുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അത് ആ സമയത്ത് അയാൾക്ക് തോന്നുന്ന ഫീലിംഗ് ആയിരിക്കും പ്രധാനമായിട്ട് ചിലപ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് അയാളുടെ ഉള്ളിൽ നിന്ന് സ്ഥിരമായിട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണോ എന്ന് നമ്മളത് മനസ്സിലാക്കണം. ഓക്കെ, അത് പെട്ടെന്നൊന്നും ഒരാൾ വന്ന് പെട്ടെന്ന് പറയാണ്, അയാൾക്ക് ആ സമയത്ത് തോന്നിയ ഫീലിംഗ് ആയിരിക്കും, എന്നാൽ ഉടനെ തന്നെ വന്ന് പിടിച്ചിരുത്തി കൗൺസിലിങ്ങിന് തുടങ്ങാന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിംഗ് കൊണ്ട് ഉപകാരമില്ലാണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ജെന്യുവിൻ ആണോ, ലോങ് ലാസ്റ്റിംഗ് ആണോ, അല്ലെങ്കിൽ സ്വന്തം താല്പര്യപ്രകാരം തന്നെയാണോ ഈ വരുന്നത് എന്നതൊക്കെ എന്ത് ചെയ്യണം, നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? ഓക്കെ, എന്താ നിങ്ങൾ എസ് പറയാനൊരു ഒരു ഒരു സമയം എടുക്കുന്നത്? ഓക്കെ 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 ആയിക്കോട്ടെ അല്ലാത്തത് ഓക്കെ. ആലോചിക്കുകയാണല്ലേ? കുടി മാത്രം ആലോചിക്കണ്ട, കുടി മാത്രം ആലോചിക്കണ്ട, മറ്റുള്ളതൊക്കെ എല്ലാം ഇതിൽ പെട്ടതാണ്. അതെ അതെ. ഓക്കെ, പിന്നെ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ നന്നായി കഴിഞ്ഞാൽ
നന്നായാലോട് കൂടിയിട്ട് അയാൾക്ക് പിന്നീട് അയാൾ വിചാരിക്കും ഒരിക്കലും നന്നാകരുത് എന്ന്. കാരണം നന്നായി കഴിഞ്ഞാൽ പിന്നെ സമൂഹം അയാളെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും നോക്കുക. ഉം. ഇവനോ ഇവൻ ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇവനാണോ നന്നായത് എന്നൊരു ആകാംക്ഷയോട് കൂടിയുള്ള നോട്ടം കാണലോട് കൂടിയിട്ട് അയാൾ വിചാരിക്കും ഇതിനേക്കാൾ നല്ലത് പഴയതുപോലെ തന്നെ ജീവിക്കുന്നതാണ്, വെറുതെ എന്തിനാ നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്നതെന്ന് ആലോചിക്കും. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ ഈ സൈക്കോളജിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പോസിറ്റീവ് പറയണം, പോസിറ്റീവ് പറയണം, പോസിറ്റീവ് പറയണം, നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ. ഒരു വ്യക്തി ഇപ്പൊ നല്ല നമ്മുടെ സ്കൂളിൽ നമുക്ക് സ്കൂളിൽ പഠിക്കുന്നു, പിന്നെ സ്കൂളിൽ ഒരു 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണ് സങ്കല്പിക്കുക, അല്ലെങ്കിൽ 4ാം ക്ലാസ്സിലോ 3ിലോ 2ിലോ 1ിലോ എന്തോ ആവട്ടെ, സ്ഥിരം വളരെ മോശമാണ് പഠനത്തിൽ. അത്തരം ഒരാൾ, അല്ലെങ്കിൽ വളരെ മറ്റുള്ളവരെ അങ്ങനെ ഉപദ്രവിക്കുന്ന സ്വഭാവമാണ് സങ്കല്പിക്കുക. ഇത്തരം ഒരു ക്യാരക്ടറുള്ള കുട്ടിയെ നീ വളരെ മോശക്കാരനാടാ, നിന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവിക ആയിട്ടും അയാൾ എന്താ ചിന്തിക്കുക, കുട്ടി എന്താ ചിന്തിക്കുക, ഞാൻ ഏതായാലും മോശമാണ്, എന്നെ കൊണ്ട് ഇനി എന്തായാലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നന്നാകുക എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കും അല്ലേ. ഇത് ആണ് പല ആളുകളെയും, നമ്മുടെ പലരുടെയും സംസാരം കൊണ്ടാണ് പലരെയും മോശക്കാരായിട്ട് മാറ്റുന്നത്. ഓക്കെ, ആ സമയത്ത് നമുക്ക് പോസിറ്റീവ് മാത്രമാണ് അയാളെ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് എങ്കിൽ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്, നെഗറ്റീവ് അദ്ദേഹത്തിന് ഒരു പ്രശ്നങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചിന്തിക്കുക, ഞാൻ ഇനി എങ്ങനെയാണ് പിന്നെ ഒരു മോശം സ്വഭാവം കാണിക്കുക, കാരണം എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ ഉള്ളത്. ഓക്കെ, ആ നല്ല അഭിപ്രായം കളയണ്ടെന്ന് കരുതിയിട്ട് പരമാവധി പകൽമാന്യതയെങ്കിലും കാണിക്കാൻ ശ്രമിക്കും. ഓക്കെ, അതുകൊണ്ട് അതാണ് പോസിറ്റീവ് വാക്കുകളുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അത്ര ഇമ്പാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം ആളുകളെ ഫ്രീ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മുൻധാരണ ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, ബിൽഡ് ട്രസ്റ്റ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്, ഒരു മുൻധാരണ ഇല്ലാത്ത രീതിയിൽ അവരെ ഒരു എന്താണ് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ക്ലിയർ. ദെൻ അസസ് സബ്സ്റ്റൻസ് യൂസ്. പറഞ്ഞോളൂ. ആ, ഓക്കെ ഓക്കെ അത് ആ ഉം, ഉം. ആ ആ അതാണ് സന്തോഷം. നടത്തും എല്ലാ ദിവസവും നടത്തും അല്ലേ? അതാണ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു പിന്നെ പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോഴെങ്കിലും അയാൾ പേഴ്സണലി എന്തോ പിന്നെ ഉള്ളിലുണ്ടാവാം, എങ്കിൽ പോലും നമ്മൾ ഒരാളെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ട് നീ എപ്പോഴും പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നും പ്രശ്നക്കാരനായിരിക്കും, അയാൾ മാറൂല. അയാളുടെ അയാളുടെ കാര്യത്തിൽ നമ്മളൊരു ചാപ്പ അടിച്ചു കൊടുത്തിട്ടുണ്ട്, എന്ത്, അയാൾ പ്രശ്നക്കാരനാണ്, മോശമാണ്, അയാളൊരു കള്ളനാണ്. കാരണം ഒരു പിന്നെ എന്താണ്, കള്ളൻ, അയാളെ പിന്നെ അറസ്റ്റ് ചെയ്തു,
ജയിലിൽ കിടന്ന് തിരിച്ചു വന്നാൽ അയാൾ വീണ്ടും കക്കും. കാരണം അയാളെന്താ ചിന്തിക്കുക, ഞാൻ എന്തായാലും കള്ളനാണ്. കള്ളനാണ്. അതാണ്. ഞാൻ ഇനി കട്ടിയില്ലെങ്കിലും ഇനിയിപ്പോ നാട്ടിൽ കള്ളത്തരൊക്കെ എന്നെ തന്നെയാണ് സംശയിക്കുക എന്നാണ് ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ അപ്പൊ അത് നമുക്ക് നിങ്ങൾ പറഞ്ഞത് വളരെ നല്ലതാണ്. അവരോട് പറഞ്ഞ പോസിറ്റീവ്, നിങ്ങൾക്ക് കഴിയും, നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടല്ലോ എന്നെ സമൂഹം കാണുന്നത് ഇപ്പോഴും ഒരു നല്ല മനുഷ്യനായിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നല്ല കാര്യം, വളരെ നല്ല കാര്യം. അപ്പോൾ ഇനി എന്താണ് നമ്മൾ പറയുന്നത്, അസ സബ്സ്റ്റൻസ് യൂസ് അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൗൺസിലർ സംബന്ധിച്ചോളം നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് എന്താണ്, ഒരു കൗൺസിലർ എന്താണ്, റോൾ എന്താണെന്നാണ്. ഒന്ന്, അവരിൽ നല്ല ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം, ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ. അവരെ നമ്മൾ കുറ്റപ്പെടുത്താതെ അവർ പറയുന്നത് കേൾക്കുകയും അവരിൽ പിന്നെ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, ഞാൻ നിങ്ങളുടെ കഥകൾ വെച്ചിട്ടല്ല നിങ്ങളെ വിലയിരുത്തുന്നത്, നിങ്ങളിപ്പോൾ പറയുന്നത് വെച്ചിട്ടാണ് വിലയിരുത്തുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഉള്ളിലൊരു ഒരു വ്യക്തിത്വം ഡെവലപ്പ് ചെയ്തു വരും. അത് കളങ്കപ്പെടുത്താതിരിക്കണം എന്നവർ ഉള്ളിലൊരു ആഗ്രഹിക്കും. ഇതെല്ലാ ആളുകളും അങ്ങനെ ആവണമെന്നില്ല. 100% നമ്മൾ എവിടെയും പറയുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ പൊതുവേ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ നമുക്ക് ഡിഫറൻ്റ് ആയ ആളുകളും ഉണ്ടാകാം. ഓക്കെ. ദെൻ അപ്പോൾ സബ്സ്റ്റൻസ് യൂസ് അവരുപയോഗിക്കുന്ന പിന്നെ സബ്സ്റ്റൻസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് എന്നാലേ നമുക്ക് അതിൻ്റെ പിന്നെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്, ടീച്ച് കോപ്പിംഗ് ആൻഡ് ഹെൽത്തി ഹാബിറ്റ്. മാത്രമല്ല ഇത്തരം ആളുകൾക്ക് നല്ല ഹെൽത്തി ഹാബിറ്റുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ മദ്യപിക്കുന്ന എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇരുന്ന് മദ്യപിക്കുന്ന ആളാണോ? എന്നാൽ അത്തരം ആളുകളുടെ ഒരു ടീമിൽ നിന്ന് അയാളെ മാറ്റിയിട്ട് നല്ല ചാരിറ്റി ഒക്കെ ചെയ്യുന്ന, അതിലൂടെ ആനന്ദം കണ്ടെത്തുന്ന ആളുകളുടെ ടീമിലേക്ക് ഇയാളെ മാറ്റുക. ഒന്ന് മെരുകി വരാൻ അല്ലെങ്കിൽ ഒന്ന് സെറ്റായി വരാൻ സമയമെടുക്കും. പക്ഷേ പിന്നീട് അതൊരു ലഹരിയായിട്ട് മാറും. എങ്ങനെ? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത്, നല്ല കാര്യം ചെയ്യുന്നത് ലഹരിയായിട്ട് മാറും. അപ്പോൾ സമൂഹം അവരെ അംഗീകരിക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് തോന്നുമ്പോൾ പഴയ തരത്തിലുള്ള വളരെ മോശം സ്വഭാവങ്ങളൊക്കെ മാറും. ലിമിറ്റഡ് ആയിട്ട് മാത്രമേ പിന്നീട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുള്ളൂ. എങ്കിൽ പോലും ആ സമയത്തും മദ്യപിച്ചിട്ട് റോട്ടിൽ ഓടയിലൊക്കെ കിടന്ന് ഉറങ്ങുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. രാവിലെയൊക്കെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ, എന്നാൽ ഞാനിപ്പോൾ എടുത്ത് എൻ്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് ഒരു പോക്കറ്റ് റോഡാണ്. ഞാൻ എൻ്റെ വണ്ടി എടുത്ത് കാർ എടുത്തിട്ട് ഇങ്ങോട്ട് റോഡിലേക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ ഞാൻ വളരെ എന്താണ്, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഇയാളെ നെഞ്ചത്ത് കൂടെ കയറ്റിയില്ല. കാരണം ഇയാൾ ഈ റോട്ടിൽ നിന്ന് ഈ ഞങ്ങളുടെ വഴിയിലേക്ക് വരുന്ന, ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വരുന്ന ആ വഴിയിലേക്ക് എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് റോഡിൽ കിടക്കുകയാണ്. ഒരിക്കലും നമ്മുടെ വാഹനത്തിൽ വരുമ്പോൾ അത് കാണൂല, നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് വരിക അല്ലാതെ കാണൂല. പക്ഷെ അന്നെന്തോ ഭാഗ്യത്തിന് ഇയാൾ കിടക്കുന്നത് കണ്ടതുകൊണ്ട് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു, പിന്നെ ഇറങ്ങിച്ചെന്നു. ഓക്കെ. അങ്ങനെ മദ്യപിച്ച് കിടക്കുകയാണ്, ഉടുതുണിയൊന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുകയാണ് അദ്ദേഹം, നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ. പിന്നെ പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. പിന്നെ വടിയെടുക്കേണ്ടി വന്നു. വടിയെടുത്തപ്പോഴാണ് എന്ത് ചെയ്തത്, പെട്ടെന്ന് എടുത്ത മുണ്ടും അതും ഇതൊക്കെ പെറുക്കിയെടുത്ത് ഓടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ഒരു ക്യാരക്ടർ, ഒരു പകൽ പിന്നെ റോട്ടിൽ കിടന്നുറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നതിന് പകരം കുറച്ചുകൂടി രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറിലേക്കെങ്കിലും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഓക്കെ. അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് കേട്ടോ, അതാണ് ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത്. പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു കൗൺസിലറുടെ പ്രധാനപ്പെട്ട റോൾ. എങ്കിലും കുറേയൊക്കെ ഇയാൾക്ക് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം മാറ്റങ്ങൾ വരും. ഓക്കെ. ഇനി സെറ്റ് ഗോൾസ് വിത്ത് ക്ലയൻറ്റുമായിട്ട് അവർക്ക് നിങ്ങൾ മദ്യപിക്കാത്ത നിങ്ങളും അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഉപയോഗിക്കാത്ത നിങ്ങളും ഉപയോഗിക്കുന്ന നിങ്ങളും തമ്മിലുണ്ടാകുന്ന വ്യത്യാസം അടുത്തൊരു കൊല്ലത്തേക്കുള്ളത് കാണുക, ഒരു വർഷത്തേക്കുള്ളത് കാണുക, ഫാമിലിയിൽ ഹാപ്പിനെസ് ഉണ്ടാകുന്നത്, കുട്ടികളുടെ കാര്യം, ഇതൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ട്, അപ്പോൾ ഇവർക്കൊക്കെ ഉണ്ടാവും എനിക്ക് എൻ്റെ കുട്ടിയായിട്ടും ഫാമിലിയായിട്ടും ഹാപ്പി ആയിട്ട് പോകണം, പക്ഷെ കഴിയുന്നില്ല എന്നാണ് പറയാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ മുമ്പിൽ വെച്ച് ഈ ലഹരി ഉപയോഗത്തിനേക്കാൾ കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ ലഹരി കിട്ടുന്ന മറ്റ് സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ചർച്ച ചെയ്യണം. ഓക്കെ. അപ്പം നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. മാത്രമല്ല ഇൻവോൾവ് ഫാമിലിയുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരണം. അപ്പോൾ അയാൾ വിചാരിക്കുക, സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകൾ വിചാരിക്കുക, ഞാൻ ഇനിയിപ്പോൾ എൻ്റെ കുടുംബത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ പഴയ കണ്ണുകൊണ്ട് തന്നെയാണ് എന്നെ കാണുക എന്ന് അവർ ചിന്തിക്കും, സ്വാഭാവികമായിട്ട് ചിന്തിക്കും. അപ്പം ഞാനിപ്പോൾ മാറിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ചിന്തിക്കും. ആ സമയത്ത് നമുക്ക്
അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഫാമിലിയിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് അയാൾക്ക് അതിൽ നിലനിന്ന് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, പിന്നെ ഫാമിലിയിൽ ഇൻവോൾവ് ചെയ്യണം, കുടുംബമായിട്ട് നല്ല ബന്ധങ്ങൾ വേണം. അതോടൊപ്പം തന്നെ പിന്നെ റിലാപ്സ് പ്രിവെൻഷൻ ആൻഡ് റെഫർ ഫോർ മെഡിക്കൽ ഹെൽപ്പ്. എന്താ റിലാപ്സ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് കൂടി എന്ത് ചെയ്യണം, അവരെ മാനസികമായിട്ട് തയ്യാറാക്കി കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ മെഡിക്കൽ ഹെൽപ്പ് വേണമെങ്കിൽ ആ രീതിയിലേക്ക് റെഫർ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്ന സമയമായിട്ടുണ്ട്. മെത്തേഡുകൾ: ഒന്ന്, നല്ല മോട്ടിവേഷണൽ ഇൻ്റർവ്യൂയിങ്, നല്ല അവർക്ക് ജീവിതത്തെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ കൊടുക്കുന്ന മോട്ടിവേഷൻ കൊടുക്കണം. നല്ല സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് സ്വപ്നങ്ങൾ പിന്നെ നടത്താൻ പറ്റുമെന്നുള്ള നല്ല കോൺഫിഡൻസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നല്ല മോട്ടിവേഷണൽ ഇൻ്റർവ്യൂസ് കൊടുക്കുക. ഓക്കെ, സമയം നോക്കട്ടെ, 9 മണിയായില്ലേ. ഓക്കെ, ദെൻ സെക്കൻഡ്. ഓക്കെ, രണ്ടാമത് നമ്മൾ മുമ്പേ പറഞ്ഞു വന്നിരുന്ന കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ CBT പോലെയുള്ള സാധനങ്ങൾ കൊടുക്കുക, ഗ്രൂപ്പ് തെറാപ്പി കൊടുക്കുക, അല്ലെങ്കിൽ 12 സ്റ്റെപ്പ് പ്രോഗ്രാം ഓക്കെ കൊടുക്കുക. അതെന്താണ് നമ്മൾ എന്ത് ചെയ്യുക, പിന്നീട് വിശദീകരിച്ച് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു സബ്സ്റ്റൻസ് അബ്യൂസിന് കൊടുക്കുന്ന കൗൺസിലിംഗ്. പ്രധാനമായിട്ടും ചെയ്യാനുള്ളത് ഒന്ന്, അവരെ ജഡ്ജ് ചെയ്യാതെ അവരെ കേൾക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. മാത്രമല്ല അവരെ കൊണ്ട് തന്നെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ അവരെ മാനസികമായിട്ട് വളർത്തിക്കൊണ്ടുവരിക, സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക. അതിന് പരമാവധി അവരുടെ ചെറിയ പോസിറ്റീവ് പോലും ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾ പിന്നെ ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ +1 പരീക്ഷയിൽ +1 പരീക്ഷയിൽ ക്വാർട്ടർലി എക്സാമിന് ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും വളരെ മാർക്ക് കുറവായിരുന്നു. കാരണം ഞങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ക്ലാസ് കിട്ടിയാലും ആ ഒരു കൗമാരപ്രായം ആയതുകൊണ്ട് കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പം ഞങ്ങൾക്കൊക്കെ വളരെ മാർക്ക് കുറവാണ് അന്ന്. പക്ഷേ ആനുവൽ എക്സാമിനേഷൻ വരുന്നു എന്നുള്ളത് ഞങ്ങൾക്കതൊരു നിസ്സാരമായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനൊന്നും കഴിയില്ല, +2 തോറ്റോട്ടെ, നിർത്തി പോകാൻ, വേറെ എന്തെങ്കിലും പരിപാടി തുടങ്ങാമെന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ കുറേ ആളുകൾ. അങ്ങനെ +1 എക്സാമിൻ്റെ ലാസ്റ്റ് സമയത്ത് സ്കൂളിൽ നിന്ന് നടത്തിയ ഒരു എക്സാം, ഒരു മോഡൽ എക്സാമിനേഷന് അന്ന് ഞങ്ങളുടെ ഒരു അധ്യാപകൻ പറഞ്ഞ ഒരു വാക്കായിരുന്നു ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് പഠിക്കാനും എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഡിസ്റ്റിങ്ഷൻ പ്ലസ് വിത്ത് പലരും ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ്സുമായിട്ടാണ് എല്ലാവരും പാസ്സായത്. 29 പേര് എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് പ്ലസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ. അതിന് താഴോട്ട് ആരും പോയില്ല. അതിന് ഒരു അധ്യാപകൻ്റെ വാക്ക് ആണ് അതിൽ വലിയ മാറ്റം വരുത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നടത്തിയ ഒരു മോഡൽ എക്സാമിനേഷന് വളരെ അബദ്ധമാണ് എല്ലാവർക്കും മാർക്ക്. പിന്നെ 1 മാർക്ക് പോലും തികച്ച് കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അധ്യാപകൻ പറഞ്ഞൊരു വാക്ക് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയാം, ഞാൻ നിങ്ങളുടെ പേപ്പറൊക്കെ വായിച്ചു. ഞങ്ങളോട് പറയുകയാണേ, നിങ്ങളുടെ പേപ്പർ എല്ലാവരുടെയും വായിച്ചു. ചില ആളുകൾ ഇതുമായിട്ട് ബന്ധമില്ലാത്ത വെറും കഥകളാണ് എഴുതിയിട്ടുള്ളത്. എക്കണോമിക്സിൻ്റെ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേപ്പറാണ് പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഒരു ബന്ധമില്ലാത്ത കഥകളാണ്, ഒരു പാട്ടൊക്കെയാണ് പരീക്ഷ പേപ്പറിൽ എഴുതി വെച്ചത്. പക്ഷേ അയാൾ പറയാണ്, പക്ഷെ ഞാൻ നിങ്ങളിൽ കണ്ട ഇത്രയും ഈ 29 പേരിൽ കണ്ട ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ സ്കില്ല് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ടുണ്ട്. രണ്ടാമത്തത്, നിങ്ങളുടെ പേപ്പർ വായിക്കുമ്പോഴാണ് നിങ്ങളുടെ സ്കില്ല് മനസ്സിലായത്. നിങ്ങളുടെ പരീക്ഷയെ തോറ്റോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ട്, നല്ല കഴിവുള്ള ആളുകളാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ നല്ല അഭിമാനമാണെന്ന് പറഞ്ഞു. സത്യത്തിൽ ആ ഒരു വാക്കാണ് ഞങ്ങളെ മാറി ചിന്തിപ്പിച്ചത്. അല്ലെങ്കിൽ കൊല്ലം +2 ഒക്കെ ഞങ്ങൾ വളരെ അബദ്ധമാവുമായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു, അതാണ് ഇപ്പോൾ ഒരു പോസിറ്റീവ് വാക്കിൻ്റെ ഇമ്പാക്റ്റ് സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്നത് വളരെ വലുതാണ്. അത് ഇത്തരം പ്രത്യേകിച്ച് സബ്സ്റ്റൻസ് അബ്യൂസ് ആയി വരുന്ന ആളുകൾക്ക്, അഡിക്ഷനായി വരുന്ന ആളുകൾക്കും അവരുടെ പോസിറ്റീവ് കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ.